ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ മാത്സിൽ ഒരു ചെറിയ റിവിഷൻ പോലെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോയിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും, അല്ലെങ്കിൽ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റേഷ്യോ ഓഫ് ദി ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ അറ്റ് വൺ വെർട്ടെക്സ് ഓഫ് എ ട്രയാംഗിൾ ഇസ് 4:5. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ദി ഇന്നർ ആംഗിൾ ആൻഡ് വാട്ട് ഇസ് ദ മെഷർ ഓഫ് ദി ഔട്ടർ ആംഗിൾ? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ട്രയാംഗിളിൻ്റെ ഒരു വെർട്ടെക്സിലുള്ള, ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രയാംഗിൾ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഒരു ട്രയാംഗിളിലെ ഒരു വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 4:5 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വെർട്ടെക്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ലൈൻ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് ഈ ആംഗിളാണ് ഇതിൻ്റെ ഔട്ടർ ആംഗിൾ, ഇതാണ് ഇതിൻ്റെ ഇന്നർ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 4:5 എന്നുള്ളത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇന്നർ ആംഗിൾ ടു ഔട്ടർ ആംഗിൾ എന്നുള്ളത് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 4:5 അല്ലേ? അപ്പം നമ്മൾ റേഷ്യോ പഠിച്ച ചാപ്റ്ററിൽ നമുക്കറിയാം ഈ 4:5 എന്നുള്ളതിന് ഒരു ആക്ച്വൽ വാല്യൂ ഉണ്ട് അല്ലേ? അപ്പം അതായത് ഇന്നർ ആംഗിളിനെയാണ് ഇവിടെ 4 റേഷ്യോ സൂചിപ്പിക്കുന്നത്, ഔട്ടർ ആംഗിളിനെയാണ് 5 റേഷ്യോ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4x ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 5x ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എക്സ് വാല്യൂ നമുക്കിവിടെ കണ്ടുപിടിക്കണം. അപ്പം അതിനായിട്ടാണ് നമുക്ക് ഇന്നറും ഔട്ടറും തമ്മിലുള്ള റിലേഷൻ അറിയേണ്ടത്. നമുക്കറിയാം ഒരു ട്രയാംഗിൾ അല്ലെ ഏതെങ്കിലും ഒരു ഫിഗർ ആയിക്കോട്ടെ, ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണെന്നറിയാം. കാരണം ഇതൊരു ലീനിയർ പെയറാണ് അല്ലെ, സ്ട്രെയിറ്റ് ലൈനിലുള്ള രണ്ട് ആംഗിൾസ് ആണ് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും. അപ്പോൾ ഇവർ രണ്ടുപേരും സം ചെയ്യുമ്പോൾ നമുക്ക് എത്രയായി കിട്ടുന്നത്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാം: സം ഓഫ് ദി ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ഔട്ടർ ആംഗിൾസ് എത്രയാണ്? ഔട്ടർ ആംഗിൾസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കിത് 4x എന്നുള്ളതാണ് നമ്മൾ ഇന്നർ ആംഗിളായിട്ട് എടുത്തത്, 5x ആണ് നമ്മൾ ഔട്ടർ ആംഗിളായിട്ട് എടുത്തത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 4x + 5x ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 4x + 5x എത്രയാണ്? 9x = 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ 9 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? x = 180 ഡിവൈഡഡ് ബൈ 9. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 20 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 9ഉം 18ഉം തമ്മിൽ വെട്ടി പോകുമ്പോൾ ഇവിടെ 2 വരും, പിന്നെ ഈ 0യും കൂടെ ചേരുമ്പോൾ ഇവിടെ 20 ആകും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇന്നർ ആംഗിളും എത്രയാണെന്ന് കിട്ടും, ഔട്ടർ ആംഗിളും എത്രയാണെന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ എ പാർട്ട് എന്താ? ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനല്ലേ? അപ്പോൾ ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ എഴുതി വെച്ചിരുന്നത് അവിടെ? 4x അല്ലേ? അപ്പോൾ 4x ഇസ് ഈക്വൽ ടു 4 × 20. 4 × 20 is 80 ഡിഗ്രി അല്ലെ? ഇന്നർ ആംഗിൾ നമുക്ക് കിട്ടി 80 ഡിഗ്രി. ഇനി ഔട്ടർ ആംഗിൾ അല്ലേ, അതാണ് നമ്മളുടെ ബി പാർട്ട്. അപ്പോൾ ഔട്ടർ ആംഗിൾ എത്രയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? 5x അല്ലേ? അപ്പോൾ 5x is equal to 5 × 20 which is equal to 100 ഡിഗ്രി. കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഉള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലമാണിത്. ഫൈൻഡ് ദ ഫോളോയിങ് യൂസിങ് ഐഡൻറ്റിറ്റീസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലെന്താ കണ്ടുപിടിക്കേണ്ടത്? 103 സ്ക്വയറും 196 സ്ക്വയറും ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റീസിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന രണ്ട് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അത് ഏതാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. a+b ദ ഹോൾ സ്ക്വയർ എത്ര? ഇതിൻ്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും വരുന്നത്? a² + 2ab + b². ചില ക്ലാസ്സുകാർ ഇത് പഠിച്ചിട്ടുണ്ടാവുക a² + b² + 2ab. ചിലവർ ഇങ്ങനെയും പഠിച്ചിട്ടുണ്ടാകും. ഈ രണ്ട് രീതിയിൽ എഴുതിയാലും ഇത് കറക്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് a - b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും വരുന്നത്? a² - 2ab + b². ചില സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക a² + b² - 2ab എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ രണ്ട് രീതിയിൽ എഴുതിയാലും ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ 103 സ്ക്വയർ അത് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ 103 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ 103 സ്ക്വയർ. ഈ 103നെ നമ്മൾ ഈ രണ്ട് ഐഡൻറ്റിറ്റീസിൽ ഏതെങ്കിലും ഒരു ഫോമിലോട്ടാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ 103നെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഫോം ഏതാ? 100 + 3 എന്നല്ലേ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഫോം 100 + 3 ആണ് അല്ലേ? അപ്പോൾ നോക്കി a+b ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ വന്നില്ലേ? ഇനി നമ്മൾ എഴുതി വെച്ചത് ഈ എക്സ്പാൻഷൻ അനുസരിച്ച് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോകുക. അപ്പം ഈ 100 എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ a എന്ന് പറയുന്നത്, 3 എന്നാണ് നമ്മളുടെ ഇവിടുത്തെ b. ഓക്കെ അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 100 സ്ക്വയർ അല്ലേ? a² + 2ab. അപ്പോൾ 2 × 100 × 3 + b² എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ.
വിച്ച് ഇസ് ഈക്വൽ ടു 100 സ്ക്വയർ എത്രയാണ് വരുന്നത് 1000. ഇതിൻ്റെ സ്ക്വയർ എങ്ങനെ നമ്മുടെ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക അത് എഴുതുക പിന്നെ തന്നിട്ടുള്ള സീറോയുടെ ഇരട്ടി എഴുതുക അത്രേ ഉള്ളൂ പ്ലസ് 2 × 100 × 3 എത്രയാണ് വരുന്നത് 600 അല്ലേ 600 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ പോരെ ഇപ്പം നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് 10609 ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് പ്രോബ്ലമാണിത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ 196 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 196 സ്ക്വയറിനെ നമുക്ക് എളുപ്പത്തിൽ ഏത് രീതിയിൽ എഴുതാൻ പറ്റുമായിരിക്കും 196 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഇതിന് നമുക്ക് 100 + 96 എന്ന് എഴുതിയാൽ കുറച്ച് അത് നമുക്ക് 96ൻ്റെ സ്ക്വയർ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അത് കുറച്ച് ഇതായി പോകും. അപ്പോൾ അതിലേക്കാട്ടും എളുപ്പം നമുക്കിതിനെ 200 - 4 എന്ന് എഴുതാമല്ലോ. ഇത് കുറച്ചുകൂടി ഈസി അല്ലേ. ഓക്കെ, 200 - 4 എന്ന് പറയുന്നത് 196 ആണ്. അപ്പോൾ 200 - 4 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ 200 ആണ് നമ്മളുടെ എ 4 ആണ് നമ്മളുടെ ബി. അപ്പോൾ a - b ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ ഇത് വന്നു. അപ്പോൾ ആ ഒരു എക്സ്പാൻഷൻ അനുസരിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത് 200 സ്ക്വയർ മൈനസ് അല്ലെ a സ്ക്വയർ മൈനസ് 2ab + b സ്ക്വയർ. അപ്പോൾ 200 സ്ക്വയർ മൈനസ് 2 × 200 × 4 പ്ലസ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പോൾ 200ൻ്റെ സ്ക്വയർ എന്താ 2ൻ്റെ സ്ക്വയർ 4 2 0 ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ 4 0 വരും മൈനസ് 2 × 200 × 4 എത്ര വരുമായിരിക്കും 2 × 4 2 0 8 2 16 പിന്നെ ഈ 2 0യും കൂടെ ചേരുമ്പോൾ 1600 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16. ഇനി ഇതിനെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും കിട്ടുന്നത് 38416. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും 38416. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഐഡൻറ്റിറ്റീസും കാണാതെ നല്ല രീതിയിൽ പഠിച്ചേക്കണം. ഈ രണ്ട് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണിത്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഡയഗണൽ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാനായിട്ടാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷനിൽ ചോദ്യമാണ്. അപ്പോൾ നമുക്കൊരു കൺസ്ട്രക്ഷൻ വരയ്ക്കാനായിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു റഫ് ഫിഗർ വരച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ റഫ് ഫിഗർ വരയ്ക്കാമെന്ന് പറയുമ്പം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റഫായിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. അതിൻ്റെ ഡയഗണലിൻ്റെ മെഷർമെൻ്റ് ആണ് തന്നിട്ടുള്ളത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയറിന് 2 ഡയഗണൽസ് ആണുള്ളത് അല്ലേ. അപ്പം ഇതിൻ്റെ നീളമാണ് 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഡയഗണൽസിൻ്റെ പ്രത്യേകതയാണ്. ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താണ്? അത് പെർപെൻഡിക്കുലർലി ബൈസെക്ട് ഈച്ച് അതർ അല്ലേ, തുല്യമായി ഇത് ഭാഗിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ 2 ഡയഗണൽസും പെർപെൻഡിക്കുലറും ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും ഒരു റഫ് ഫിഗർ വരച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ നമുക്ക് വരച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ റഫായിട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. കൺസ്ട്രക്ഷൻ നിങ്ങൾ ജസ്റ്റ് വരച്ച് കാണിക്കുവാണ്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 6 സെൻറ്റിമീറ്റർ. ഇനി എന്താ ചെയ്യേണ്ടത്? കോമ്പസിൽ മോർ ദാൻ ഹാഫ് അല്ലേ, ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ മെഷർമെൻറ്റ് എടുക്കുക. മോർ ദാൻ ഹാഫ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഞാൻ AB എന്ന് നെയിം ചെയ്യുവാണ്. ഓക്കെ, അപ്പം പകുതിയിൽ കൂടുതൽ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? A എന്ന് പറയുന്ന വെർട്ടെക്സിൽ അല്ലെങ്കിൽ A എന്ന് പറയുന്ന പോയിന്റിൽ കുത്തിയിട്ട് മുകളിലും നേരെ താഴെയും ആർക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ അതേ മെഷർമെൻറ്റിൽ Bയിൽ കുത്തിയിട്ട് അതേപോലെ തന്നെ മുകളിലും താഴെയും ആർക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റുകൾ കിട്ടുമല്ലോ. എന്നിട്ട് ഈ 2 പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഈ AB എന്ന് പറയുന്ന 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലൈനിനെ കൃത്യം 3 സെൻറ്റിമീറ്റർ ആയിട്ട് ഇത് ഭാഗിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് 2 ഡയഗണൽസ് വേണമല്ലോ. അപ്പം ഡയഗണൽസിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ പോയിന്റ് അതായത് സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലത്തിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴോട്ടും 3 സെൻറ്റിമീറ്റർ അകലത്തിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഇപ്പം ഇതിനെ ഞാൻ C എന്നും ഇതിനെ D എന്നും നെയിം ചെയ്യുവാണെങ്കിൽ ഇനി ഈ 4 പോയിന്റുകളെയും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. അപ്പം Aയിൽ നിന്ന് Cയിലോട്ട് വരയ്ക്കണം, Cയിൽ നിന്ന് Bയിലോട്ട്, പിന്നെ Aയും Dയും കൂടെ കണക്ട് ചെയ്യണം, Dയും Bയും കൂടെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നത് കറക്റ്റ് ഒരു സ്ക്വയർ ആയിരിക്കും. ഇപ്പം ഞാൻ എക്സാക്റ്റ് മെഷർമെൻറ്റ് എടുത്തല്ല വരയ്ക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്കെയിലും പെൻസിലും കോമ്പസും ഉപയോഗിച്ചിട്ട് വേണത് വരയ്ക്കാനായിട്ട്. എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യമാണിത്. ദ റേഷ്യോ ഓഫ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 4:3. If its perimeter is 70 centimeter, what is its length and what is its breadth? അപ്പോൾ നമുക്കിവിടെ ഒരു റെക്ടാംഗിളിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം റെക്ടാംഗിൾ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ റെക്ടാംഗിൾ ഇതാണ്. ഓക്കെ,
അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിൻ്റെയും ബ്രെത്തിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 4:3. അപ്പോൾ ലെങ്ത് ഇസ് ടു ബ്രെത്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 4:3. ഓക്കെ, പിന്നെ ഇതിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 70 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ് 4, ബ്രെത്തിൻ്റെ റേഷ്യോ ആണ് 3. അപ്പോൾ നമ്മളുടെ ലെങ്ത് ആക്ച്വൽ വാല്യൂ എത്രയായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക? 4x. ബ്രെത്തിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 3x അല്ലേ? അപ്പോൾ ലെങ്ത് ആയി, ബ്രെത്തായി. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അത് ഇതിലിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലെങ്ത്തും ബ്രെത്തും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ എന്ത് തന്നിട്ടുള്ളത്? പെരിമീറ്റർ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്? 70 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 4 സൈഡിൻ്റെയും ലെങ്ത്തുകൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2 × L + B. നമുക്ക് പല രീതിയിൽ ഈ മെത്തേഡ് ചെയ്യാം കേട്ടോ. അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മറ്റേ മെത്തേഡും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനത് ഇക്വേഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? 2 × L + B അല്ലേ? അതാണ് നമുക്കിപ്പോൾ 70 തന്നിട്ടുള്ളത്. അപ്പോൾ 2 × നമ്മുടെ എല്ലിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? 4x പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3x. ഓക്കെ അല്ലേ? ഈക്വൽ ടു 70. ഈ 2നെ നേരെ ഇപ്പുറത്തുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താ വരുന്നത്? 4x പ്ലസ് 3x ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ 2. 4x പ്ലസ് 3x എന്ന് പറയുന്നത് എത്രയാണ്? 7x ഇസ് ഈക്വൽ ടു 70/2 എന്ന് പറയുന്നത് എത്ര വരും? 35. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ 7നെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 35/7. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂ നമ്മളുടെ ഈ ലെങ്ത്തിലും ബ്രെത്തിലും കൊണ്ടിട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ലെങ്ത് ഇസ് ഈക്വൽ ടു 4x ഇസ് ഈക്വൽ ടു 4 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ബ്രെത്ത് എത്രയായിരുന്നു? 3x അല്ലേ? അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 3 × 5 ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്ത്തും ബ്രെത്തും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്താണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇനിയുള്ളത് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പെരിമീറ്റർ എന്ന് പറയുന്നത് 4 സൈഡും കൂടെ കൂട്ടുന്നതാണ് നമ്മളുടെ ഈ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 70 ആണ് നമ്മുടെ പെരിമീറ്റർ. അപ്പോൾ ഇത് ലെങ്ത്ത്, സോറി ഇത് ബ്രെത്ത്, ഇത് ലെങ്ത്ത്, ഇത് ബ്രെത്ത്, ഇത് ലെങ്ത്ത്. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെത്ത് പ്ലസ് ലെങ്ത്ത് പ്ലസ് ബ്രെത്ത് ആണ് നമുക്ക് ഈ 70 വന്നത്. അപ്പോൾ ഇതിൽ 2 സൈഡുകൾ മാത്രം എടുത്ത് ആഡ് ചെയ്യുവാണെങ്കിലോ ഈ ലെങ്ത്തും ഈ ബ്രെത്തും മാത്രം ആഡ് ചെയ്താൽ ഇതിൻ്റെ പകുതിയല്ലേ വരുള്ളൂ? 70/2. അതായത് ഈ സ്റ്റെപ്പ് മുതലേ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. 2 രീതിയിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടെ മുതൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ മെത്തേഡ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റേഷ്യോയിലെ ക്വസ്റ്റ്യൻ ആണത്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്